കാൺമതിനായി ഞാൻ തനി വളരെ ചുരുങ്ങിയ ആൾക്കാരെ കൊണ്ട് 20 പേര് മാത്രമേ ആലയത്തിൽ നിൽക്കാവൂ. കൃത്യമായി ഞാൻ പറയുകയാണ്, എണ്ണം കൃത്യമുണ്ട്. 19, 21 ഒരാൾ ആലയത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ബന്ധുക്കളല്ലാത്ത എല്ലാ പ്രവർത്തനവും വെളിയിലേക്ക് ഇറങ്ങാവുന്നതാണ്. ശുശ്രൂഷ ആ ഒരു നിലയിൽ തന്നെ മുമ്പോട്ട് പോവുകയുള്ളൂ. അതെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും കാണാത്തതായ ആരെങ്കിലും ഉണ്ടാകുമെങ്കിൽ അകത്തേക്ക് പ്രവേശിച്ച് കാണാവുന്നതാണ്. ദൈവസന്നിധിയിലമായിരിക്കുന്ന ഈ സമയത്ത് എത്രയും ബഹുമാന സ്നേഹമുള്ളതായ മുമ്പിലുണ്ട്. ഈ ദേശത്തെക്കുറിച്ചും ദേശത്തിന്റെ ചുറ്റുപാടുകളെ കുറിച്ചും പ്രിയപ്പെട്ടവരെ കുറിച്ചും വ്യക്തമായിട്ട് ആർജിതമായ സ്നേഹമാണ്. കർത്താവിന്റെ വിലപ്പെട്ട നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളെ കർത്താവിന്റെ പ്രിയദാസി പ്രിയമാതാവിനെ യാത്ര അയക്കാൻ വേണ്ടിയുള്ള ശുശ്രൂഷയിലെ ഇപ്പോൾ പങ്കുചേരുകയാണല്ലോ. മലബാറിന്റെ പ്രദേശത്തെ വന്ന കുടുംബങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ് പുത്തമ്പറമ്പിൽ കുടുംബം എന്ന് പറയുന്നത്. ഈ കോളനിയുടെ എല്ലാ കാര്യങ്ങളിലും മുൻപിൽ നിന്നതായ ഒരു കുടുംബം. ആ കുടുംബത്തിലെ പാർവതീശയുടെ മകൻ സൗകര്യത്തിന്റെ പ്രിയ സഹധർമ്മിണിയാണല്ലോ പ്രിയ മാതാവ്. പ്രിയ ദാസിയുടെ ധന്യമായ എല്ലാ പ്രവർത്തനങ്ങൾക്കായിട്ട് നമ്മൾ നന്ദിയോടുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ കുടുംബമായിട്ട് ഞങ്ങൾക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. ഞങ്ങളുടെ പ്രദേശത്ത് നിന്ന് 3 കുടുംബങ്ങൾ വന്നതിൽ ഒന്ന് പുത്തമ്പറമ്പിൽ കുടുംബം, 1 കാടമല കുടുംബം, 1 ഞങ്ങളുടെ കുടുംബം കേൾക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവർ 3 പേര്, ഈ 3 പിതാക്കന്മാരെ, പാർട്ടി വിദേശിയും എൻ്റെ പിതാവും കാടമല യുവനാൻ വിദേശി, ഇവർ 3 പേരും ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ട് ആ കാലങ്ങളിൽ നാട്ടിൽ വെച്ച് തന്നെ അവരുടെ ദേവാലയത്തിലെ അംഗങ്ങൾ ഒരു ദേശത്ത് പാർട്ടും ഒരുമിച്ച് നാനാവിധമായ ദേശത്തെ പ്രവർത്തനങ്ങൾ മുൻപിട്ട് നിന്നവരാണ്. അവർ 3 പേരുമുള്ളതായ ആത്മാർത്ഥമായ സ്നേഹത്തിലാണ് 3 പേരും ഇവിടെ പുല്ലഞ്ചേരിയിൽ വന്ന് സ്ഥലം എടുത്തത് ആവശ്യമായത്. അപ്പൊ ഈ കുടുംബത്തെ ആ പിതാക്കന്മാരുടെ അന്യോന്യമുള്ളതായ സ്നേഹത്തിന്റെ കണ്ണുകളിൽ കൂടെയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ പുത്തമ്പറമ്പിലെ പ്രിയ സൗകര്യത്തിന്റെ അമ്മ അല്ലെങ്കിൽ പ്രിയ മാതാവ് ഈ ഇവിടെ ഉള്ളതായ എല്ലാ കാര്യങ്ങളിലും തന്റേതായിട്ടുള്ള സഹകരണവും നേതൃത്വത്തെയും നൽകി ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതാശയാണ്. ആ
ആ കുടുംബത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ആ കുടുംബത്തിൽ നിന്ന് ബാപ്യോദീക്ഷയുടെ കൊച്ചുമക്കളായുള്ള ലിജോ കർത്താവിൻ്റെ വേലയിലെ മുമ്പോട്ട് വരികയും ഈ പ്രദേശത്തെ കൂടെ പ്രവർത്തിക്കുകയും ചെയ്തു. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസരമായിട്ടാണ് പിന്നെ കാണേണ്ടത്. കാരണം ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ദൈവവുമായിട്ടുള്ള വലിയ കൂട്ടായ്മ ആചരിപ്പാനും ഏത് സമയത്തും ആരോ കൂടെ വാട്സപ്പിലോ കണ്ട് ഇതുപോലെ എപ്പോഴും പുഞ്ചിരിക്കുന്നതായ ഒരു മുഖമാണ് എപ്പോഴും കാണുന്നത്. ആ പുഞ്ചിരിയോടുകൂടെ കർത്താവിന് ശരീരത്തിൻ്റെ ജീവിതത്തെ ഒരുക്കിയതായ നാളുകളാണ്. ബഹുമാനപ്പെട്ട ഷൈനച്ചനും ഞാനും കൂടെ ഒരു പ്രാവശ്യം അവിടെ ചെന്ന സമയത്ത് അന്നേരവും ഞാൻ ഓർത്ത് എൻ്റെ ദൈവമേ, പണ്ടുള്ളതുപോലെ കിടക്കയിൽ ക്ഷീണിതയായി കിടക്കുമ്പോഴും ആ മുഖത്തെ പ്രസന്നത, ആ ശരിക്കൊരു വ്യത്യാസമൊന്നുമില്ലല്ലോ എന്ന് ഓർത്ത് അന്ന് അവിടെ നിന്ന് ദൈവത്തെ സ്തുതിക്കും. ഈ ധന്യമായ ജീവിതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദുഃഖകരമായ കാര്യം മക്കളിലെ അനേകരെ ഇവിടെ ഉണ്ടാകും. മക്കളും കൊച്ചുമക്കളും ഒക്കെ എല്ലാവരും ഇവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അവർക്കൊന്നും വരാൻ സാധിച്ചില്ലായെങ്കിൽ അവരുടേതായിട്ടുള്ള നല്ല ഓർമ്മ പുതുക്കിക്കൊണ്ട് നമ്മളിവിടെ ഈ ശുശ്രൂഷയിൽ ഏർപ്പെടുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരിലും നമ്മുടെ ദേശത്തിന്റെ പേരിലുള്ളതായ അനുശോചനവും പ്രാർത്ഥനയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ആ കുടുംബത്തിനായി കുടുംബത്തിനായിട്ട് പ്രത്യേകം ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് ഇടവകയിൽ പ്രതിനിധിച്ചിട്ടുള്ള സെക്രട്ടറിയേറ്റ് അനുശോചനം ദുഃഖവും സമയത്ത് സഹവിശ്വാസികൾ ആണെന്നെല്ലാവരും വളരെ സ്നേഹത്തോടും മുൻവിധിയോടും വളരെ ആത്മാർത്ഥതയോടും സ്വീകരിക്കുകയും അവർക്ക് അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുകയും ഇടവകയുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുകയും ഇടവകയ്ക്ക് തന്നാലാക്കോ ഉള്ള നിർദ്ദേശങ്ങളും സഹായങ്ങൾ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന മാതാവാണ്. അതുപോലെ തന്നെ അച്ഛന്മാരോ ഉപദേശിയോ സേവിമാരോ എത്തുന്നവരും അവരെ വളരെ ആദരവോടുകൂടി സ്വീകരിക്കുകയും അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മാതാവായിരുന്നു. അതുപോലെ പ്രാർത്ഥനാ ജീവിതം വളരെ നന്നായിട്ട് നടത്തിയിരുന്ന ഒരു മാതാവായിരുന്നു. പിന്നെ എൻ്റെ കുടുംബമായിട്ട് പറയുകയാണെങ്കിൽ ഇരിക്കുന്ന മാതാവിന് ഞങ്ങളുടെ അമ്മച്ചിയുമായിട്ട് വളരെ ആത്മാർത്ഥമായ ബന്ധമുണ്ടായിരുന്നു. മക്കളുടെ ഒക്കെ വിവാഹം കഴിഞ്ഞാൽ അവരുടെ മരുമക്കളെ അമ്മച്ചിയെ കൊണ്ട് പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് പുള്ളിക്കാരി വളരെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങളത് കഴിഞ്ഞ നാളുകളൊക്കെ പറയാറുണ്ടായിരുന്നു. ആരുടെ വിവാഹം കഴിഞ്ഞാലും ഒരു മാസത്തിനുള്ളിൽ അമ്മച്ചിയുടെ അടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി മാതാവ് പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഇടവേള അതേപോലെ ഞങ്ങൾക്കും വളരെ പ്രിയപ്പെട്ട മാതാവാണ്. ഈ മാതാവ് ഇതോടെ ദൈവം അനുവദിച്ചിടത്തോളം കാലം ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം അനുവദിച്ചു. തൻ്റെ സമയമായപ്പോൾ വിളിച്ച് വേർതിരിച്ചു ദിവസങ്ങളിൽ ചേർത്ത് അതിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഒരാളുടെ വിജയം തീർച്ചയായിട്ടും ഖേദകരമാണ്, ദുഃഖകരമാണ്. പ്രത്യേകിച്ച് മക്കളുടെ ഇനി ഒരിക്കൽ വരെ ആർക്കും കടന്നു വരുവാനോ മാതാവിനെ കാണുവാനൊന്നും അവസരം ഉണ്ടായിട്ടില്ലാലോ. വളരെ ദുഃഖകരായിരിക്കും അറിയാം. എങ്കിലും ദൈവസന്മാരൻ വളരെ നിൽക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ഇടവേളയുടെ എല്ലാവിധമായ അനുശോചനവും ഈ സമയത്ത് അർപ്പിച്ചുകൊണ്ട് ഈ സമയത്ത് നെൽമൂർ സെന്റർ സെന്ററിന് വേണ്ടി സെന്ററിന്റെ സെക്രട്ടറി ആശ്വാസം നൽകുന്നത്. വേർപാട് എപ്പോഴും ദുഃഖം ഉളവാക്കുന്ന ഒരു സംഗതിയാണ്. ആ ബന്ധത്തിന്റെ ആഴമനുസരിച്ച് അതിന്റെ ദുഃഖത്തിന്റെ തീവ്രത നമ്മൾ കൂടിയേക്കിയിരിക്കും. എന്നാൽ നമുക്ക് വലിയ പ്രത്യാശയുണ്ട്. നമുക്ക് വീണ്ടും ആ പ്രത്യാശത്തിൽ നമുക്ക് വീണ്ടും കാണാമെന്നുള്ള വലിയൊരു പ്രത്യാശ
ജീവിക്കുന്നത്. അതുകൊണ്ട് നാം ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഈ അമ്മച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴും വളരെ പുഞ്ചിരിക്കുന്ന ഒരു മുഖമായിട്ടാണ് ഞാൻ പലപ്പോഴും അമ്മച്ചിയെ കണ്ടിരിക്കുന്നത്. ഇതെല്ലാം ചോദിച്ചാൽ വീട്ടിലൊക്കെ അമ്മച്ചി ഇങ്ങനെ കടന്നു വരുമ്പോൾ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ ഈ അമ്മച്ചിയെ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ സ്നേഹത്തോടെ പുഞ്ചിരിക്കുന്ന ഒരു മുഖമായിട്ടാണ് ഞാൻ പലപ്പോഴും അമ്മച്ചിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ചിന്തയിൽ വരുന്ന ഒരു കാര്യം. അതിനുശേഷം പള്ളിയിലൊക്കെ ആണെങ്കിൽ അമ്മച്ചിയുടെ ആരോഗ്യ സമയത്തൊക്കെ വളരെ ആക്റ്റീവായിട്ട് അമ്മച്ചി കടന്നു വരികയും ആരാധനയും മറ്റുള്ള കാര്യങ്ങളൊക്കെയും സന്തോഷത്തോടെ പങ്കെടുക്കുന്ന ഒരു അമ്മച്ചിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനുശേഷം അമ്മച്ചി അമേരിക്കയിലൊക്കെ പോയി വന്ന് അമ്മച്ചി വീട്ടിലായിരിക്കും ഞാൻ അങ്ങോട്ടും പോകുന്നവരോട് പറഞ്ഞു, എനിക്ക് ഇവിടുത്തെ കാലാവസ്ഥയൊന്നും അത്രത്തോളം പിടിക്കുന്നില്ല, എനിക്ക് അങ്ങോട്ടൊന്നും പോകാനൊരു താല്പര്യം, ഇവിടെ തന്നെ കൂട്ടായ്മയൊക്കെ ആചരിച്ച് പോകണം എന്നുള്ളൊരു ചിന്തയും കൂടെ അമ്മച്ചിക്കുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇവിടുന്ന് അമ്മച്ചി എറണാകുളത്ത് പോകുമ്പോഴും അമ്മച്ചും കൂടെ ഈ വിവരങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ സന്ദേശം കണ്ടപ്പോൾ പറഞ്ഞു വളരെ ക്ഷീണതയായിട്ടാണ് ഇരിക്കുന്നത്, വളരെ പ്രയാസത്തിലാണ് അമ്മച്ചി പോകുന്നത്, പ്രത്യേക പ്രാർത്ഥിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്തു. അമ്മച്ചി ഇത്രയും നല്ല മാതൃകൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയാണ്. എപ്പോഴും സ്നേഹത്തോടെ എപ്പോഴും പുഞ്ചിരിയോട് സമീപിക്കുന്ന ഒരു അമ്മച്ചിയാണ്. അമ്മച്ചി അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ ഉണ്ട്. ആ അമ്മച്ചി നല്ല മാതൃകകളെ നമുക്ക് പിന്തുടരാൻ കഴിയുവാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. നല്ല മാതൃകകൾ എപ്പോഴും നമ്മൾ ഓർക്കുവാനും അതനുസരിച്ച് പോകാനും ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ അമ്മച്ചിയുടെ ദേഹവിഭാഗത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, മക്കളെ, കൊച്ചുമക്കള് അവർക്കെല്ലാം ദൈവത്തിന്റെ ദിവ്യ സമാധാനം അവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തൻപൂർ സെന്ററിന്റെ പേരിലുള്ള ദുഃഖവും അനുശോചനം ഇവിടെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ ഈ തൻപൂർ സെന്ററിലുള്ള KP മാത്യു അച്ഛൻ, NM ജെയിംസ് അച്ഛൻ, ബിജോ അച്ഛൻ തുടങ്ങിയവരൊക്കെ അനുശോചനം അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെയും അവർ വിധാനം ചെയ്യുന്ന ഇവരുടെയും പേരിലുള്ള അനുശോചനങ്ങൾ ഞാൻ ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഞാനുള്ളതായ നിർദ്ദേശം നിങ്ങൾ ബാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആരെയും വേദനിപ്പിക്കാനാണ് ആ ഒരു കാര്യം ചെയ്തത്. അങ്ങനെ വാക്കുകൾ ആരെങ്കിലും ഉൾപ്പെടുത്തിയെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. തീർച്ചയായും നമ്മളെല്ലാവരും സൗഖ്യത്തോടെ ആയിരിക്കട്ടെ. തീർച്ചയായും നിയമങ്ങൾക്കും നിയമവ്യവസ്ഥകൾക്കും നമ്മൾ കീഴടങ്ങി മുമ്പോട്ട് പോകേണ്ടവരാണല്ലോ. വലുവിനായ കർത്താവ് നമ്മളെ അധികമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ചില ആശ്വാസ വാക്കുകൾ അനുശോചനം ഞാൻ ഈ സമയത്ത് പ്രിയപ്പെട്ട പട്ടക്കാര് എന്നോട് പറഞ്ഞിരിക്കുന്ന പ്രകാരം നിങ്ങളോട് അറിയിക്കട്ടെ. ഈ കുടുംബത്തോട് പ്രത്യേകിച്ച് ഇവിടെയുള്ളതായ നേരത്തെ സുരക്ഷയിൽ ആയിരുന്ന പ്രിയപ്പെട്ടവർക്ക് വളരെയധികമായ ബന്ധം, വളരെയധികം സ്നേഹബന്ധമുണ്ട്. ആർക്കും ഈ കുടുംബങ്ങളെ പ്രിയപ്പെട്ടവരെ മറക്കാനായിട്ട് സാധിക്കത്തില്ല. പ്രത്യേക ഇതിന് മുൻ വികാരിയായിരുന്നതായ പ്രസാദ് ജേക്കബ് അച്ഛന് അമ്മച്ചി അവസ്ഥയിലായിരുന്ന സമയത്ത് പല സമയങ്ങളിൽ പോയി കാണുകയും പ്രാർത്ഥിക്കുകയൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. അച്ഛൻ്റെയും കുടുംബത്തിന്റെയും ഇടവകയുടെ അനുശോചനം ഈ സമയത്ത് രേഖപ്പെടുത്തട്ടെ. അതുപോലെ വികാരിമാരായിരുന്ന മുരീൻസാം വർഗീസ് അച്ഛൻ, പ്രത്യേകിച്ച് അച്ഛന് കുടുംബത്തോട് പ്രത്യേക തന്റെ ദുഃഖവും വേദനയും അറിയിക്കണമെന്ന് അറിയിക്കേണ്ട അമ്മച്ചിയെ സംബന്ധിച്ച് ഓർക്കുണ്ടായി. ദൈവമക്കളെ വളരെയധികം കരുതുന്ന സ്നേഹിക്കുന്നതായ ഒരു അമ്മച്ചിയെന്ന് പ്രാർത്ഥിക്കുന്ന അമ്മച്ചിയെന്ന് അച്ഛനിലൂടെ എനിക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചതുപോലെ ഡയസിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന CP മർക്കോസ് അച്ഛൻ, അതുപോലെ നാസർ അച്ഛൻ, KK തോമസ് അച്ഛൻ, അതുപോലെ പ്രകാശ് മാത്യു അച്ഛൻ, പ്രകാശ് തോമസ് അച്ഛൻ, KJ ടൈറ്റസ് അച്ഛൻ, അതുപോലെ മറ്റ് സെന്ററിലെ മറ്റ് പ്രിയ പട്ടക്കാര്, അവരെല്ലാവരുടെയും നാമത്തിലുള്ളതായ അവരുടെ അനുശോചനം ഈ സമയത്ത് കുടുംബത്തോട് ദുഃഖം ഈ സമയത്ത് അറിയിക്കട്ടെ. എല്ലാവരെയും കർത്താവ് ആശ്വസിക്കട്ടെ. വിജോച്ചന് യൂത്തിന്റെയും അതുപോലെ സൺഡേ സ്കൂളിന്റെയും പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ദുഃഖവും അനുശോചനം അറിയിക്കുന്നു. KP മാത്യുവിന്, അതുപോലെ NM ജെയിംസ് അച്ഛൻ, പ്രിയപ്പെട്ടവരുടെ അനുശോചനം ഞാൻ ഈ സമയത്ത് വാക്കുകൾ അറിയിക്കട്ടെ. അതുപോലെ നമ്മുടെ പ്രിയ ലിജോ ഇപ്പോഴായിരിക്കുന്നതായ പാരീഷിലെ പാരീഷിലെ വികാരിയായിരിക്കുന്ന ക്രിസ്റ്റി മാത്യുവച്ചന്
അദ്ദേഹത്തിന്റെ അനുശോചനം അറിയിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകമല്ല അദ്ദേഹത്തിന്റെ അനുശോചനം ദുഃഖം ഈ സമയത്ത് കുടുംബാംഗങ്ങളോട് അറിയിക്കുന്നു. അതുപോലെ അനുശോചനം ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തട്ടെ. അതുപോലെ സഭയിലെ ഇപ്പോഴത്തെ ബിഷപ്പുമാരായിരുന്നതായ ഡോക്ടർ തോമസ് എബ്രഹാം തിരുമേനി അതുപോലെ കാര്യം അറിയിച്ചപ്പോൾ അതിന്റെ ദുഃഖം വളരെ രേഖപ്പെടുത്തുകയുണ്ടായി. ആ കുടുംബാംഗങ്ങളോട് പ്രത്യേകം അറിയിക്കണമെന്ന് പറയുകയുണ്ടായി. തിരുമേനിയുടെ പേരിലുള്ളതായ അനുശോചനം ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തട്ടെ. ബിഷപ്പായിരിക്കുന്നതായ ബിഷപ്പ് ഡോക്ടർ എബ്രഹാം തിരുമേനിയും തന്റെ ദുഃഖം രേഖപ്പെടുത്തിയുണ്ടായി. സഭാ സെക്രട്ടറി പ്രിയപ്പെട്ട അച്ഛന്മാരെ അനുശോചനവും ദുഃഖവും ഈ സമയത്ത് കുടുംബാംഗങ്ങളെ അറിയിക്കും. അതുപോലെ മക്കളെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ിക്കുന്ന കുഞ്ഞമ്മാമ, അതുപോലെ കുടുംബം, കുഞ്ഞിനാമ്മ കുടുംബം, അതുപോലെ കുഞ്ഞേലി മാമ കുളിപ്പാനൊക്കെ നിലകളിലൊക്കെ ആക്കി. അതുപോലെ സാജി ജോസ്, ജെയിംസ് ചായന് കുടുംബം, ലാൽ ചായൻ കുടുംബം, സണ്ണി ചായൻ കുടുംബം, ഇനി മാമ, മാമ, അതുപോലെ റൈച്ചായൻ കുടുംബം പള്ളിയിലുള്ളത്. അതുപോലെ ഒരുമിച്ച് ആലയത്തിൽ വെച്ച് ചെയ്തതിനു ശേഷം അടച്ച് നമ്മളിവിടെ കൊണ്ടുവരികയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയുള്ള ക്രമീകരണമാണ് ഇപ്പോൾ ചെയ്യുന്നത്. നൽകുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. പല നിലകളിൽ മാത്രമായിട്ട് സഹകരിച്ചു, നിയന്ത്രണങ്ങളിൽ പൂർണ്ണമായിട്ട് സഹകരിച്ചു. എല്ലാവരോടുള്ള നന്ദി സ്നേഹവും ഞാൻ ഈ സമയത്ത് കുടുംബത്തിന്റെ പേരിൽ അറിയിക്കുന്നു. തുടർന്ന് ശുശ്രൂഷകർക്കായിട്ട് നമുക്ക് എഴുന്നേൽക്കാം. അടുത്ത കുടുംബാംഗങ്ങൾക്ക് ഇരിക്കാൻ ബാക്കിയുള്ളവർക്ക് എഴുന്നേറ്റ് നിന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കാവുന്നതാണ്. സർവാശ്വാസത്തിന്റെയും ഉൽപ്പത്തിസ്ഥാനവുമായ ദൈവമേ, മരണത്തിന് വിധേയമായി തീർന്ന മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വിടുവിച്ച് രക്ഷിപ്പാൻ സ്വന്തം പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി മരണത്തിനെ ഏൽപ്പിച്ചു കൊടുത്ത നിന്റെ മനുഷ്യ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്വന്തം മരണത്താൽ മരണത്തിന്റെ ശക്തിയെ തകർക്കുകയും പാതാളത്തിന്റെ ഭയങ്കരത്വത്തെ മാറ്റിക്കളയുകയും ചെയ്ത ഞങ്ങളുടെ രക്ഷിതാവായ നിന്നെ ഞങ്ങൾ വാഴ്ത്തി പുകഴ്ത്തുന്നു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ഞങ്ങൾക്ക് നിത്യജീവന്റെ പ്രത്യാശ നൽകിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, നിന്റെ വിജയത്തിന് ഞങ്ങളെ അവകാശികളും നിന്റെ പുനരുദ്ധാനത്തിന് ഞങ്ങളെ പങ്കുകാരമാക്കി ഇരിക്കാൻ ലോകത്തിന് കൊടുക്കുവാനോ എടുക്കുവാനോ കഴിയാത്ത നിന്റെ സമാധാനം കൊണ്ട് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് തന്നെ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. പ്രത്യേകമായി സങ്കടത്തിൽ ഇരിക്കുന്ന ഈ പ്രിയപ്പെട്ട കുടുംബത്തിലുള്ള എല്ലാവരെയും സ്വർഗീയമായ പ്രത്യാശ കൊണ്ട് ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. നിരാശയുടെയും അവിശ്വാസവും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. കർത്താവേ, ദുഃഖത്തിലും ഞെരുക്കത്തിലും ഇരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും നീ ഏറ്റവും നല്ല സഹായകനാകുന്നുവല്ലോ. നിന്റെ വാഗ്ദത്തങ്ങളിലെ വിശ്വസിക്കുവാനും നിന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊള്ളുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. നിന്റെ വിശുദ്ധ സഭയിലെ അംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഭാഗ്യാവസ്ഥയെ ഓർത്ത് ഞങ്ങൾ ആനന്ദിക്കുന്നു. കർത്താവേ, നിന്റെ രണ്ടാമത്തെ വരവെങ്കില് മഹത്വത്തോടുകൂടെ നീ പ്രത്യക്ഷനാകുകയും ഭൂതലത്തെ നീതിയായി ന്യായം വിധിക്കുകയും ഓരോരുത്തരും
മരിച്ചവർ നീതിയും സത്യവും സത്യമുള്ളതും തെറ്റിപ്പാകാത്തതുമായ ന്യായവിധി തങ്ങളുടെ പ്രതിഫലം പ്രാപിക്കുവാൻ ന്യായസ്ഥലത്തെ ഒരുമിച്ചെല്ലുകയും ചെയ്യുന്നു. തന്റെ ഇഷ്ടത്താൽ നിദ്രവാഴ്ച ജീവനും ജീവിപ്പിക്കുകയും ജീവികളുടെയും മരിച്ചവരുടെയും ന്യായവതിയുമായ വിഷയാനെ സംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസിന്റെ നാളുകളൊക്കെയും സ്തുതിയും ബഹുമാനവും യോഗ്യമായിരിക്കുന്നു. അരണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ, ഈ സമയത്ത് വിലപിച്ചും ദുഃഖിച്ചും നിൽക്കുന്ന ഞങ്ങളെ എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിപാകതയുള്ള നടപടികളിലും വിശ്വാസ പാതകളിലും നടത്തി ശക്തീകരിക്കണമേ. ഈ ലോകത്തിലെ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ചിറകിൻ കീഴ് ഞങ്ങളെ മറച്ച് ദുഃഖവും അനുവേദനയുമില്ലാത്ത സന്തോഷത്തിന്റെ വാസസ്ഥലമായ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ രണ്ടാമത്തെ വരവിങ്കൽ ലജ്ജിക്കാത്ത മുഖത്തോടുകൂടെ നിന്നെ എതിരേൽപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഞങ്ങൾ സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകട്ടെ. മനസ്സോടും മനസ്സുകൂടാതെ ഞങ്ങൾ ചെയ്തു പോയ സകല ലംഘനങ്ങളും പാപങ്ങളും കരുണയുള്ള പിതാവിനെ പോലെ പരിഹരിച്ച് ക്ഷമിക്കണമേ. നീ ഞങ്ങളെ വിളിപ്പാൻ ഇഷ്ടപ്പെടുമ്പോൾ നിന്റെ അനുഗ്രഹങ്ങൾ മൂലം നിന്നാൽ കൈക്കൊള്ളപ്പെടത്തക്കവണ്ണം യാത്ര ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ. നിന്റെ മനുഷ്യ സ്നേഹത്തിനൊത്തുവണ്ണം ഇവിടെയുള്ള ജീവിതത്തിൽ ഞങ്ങൾ നിനക്ക് സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. നമ്മെ വീണ്ടെടുക്കുകയും ചെയ്തവനും വീണ്ടും വന്നാതാമിന്റെ സന്താനങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാനും അവരെ മഹത്വത്തിന്റെ വെള്ളത്തിലേക്ക് ധരിപ്പിക്കുവാനായി ദേവനാകുന്ന നമ്മുടെ രാജാവായ യേശുവിനെ നാം സ്തോത്രം ചെയ്ത് വന്ദിക്കണം. പാപം ചെയ്തടിയ കുറവുള്ളവരായി അറിയുന്നിതു ഞങ്ങൾ ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ തനിക്ക് സ്തുതി. മരണ ദിവസം കൈക്കുള്ള ദിവസമാകുന്നു, അതേ കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവൃത്തിയാൽ നിവൃത്തിയായി. മരിച്ചവർ നിന്നിലെ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും രാജാവകാശമാക്കി സ്തുതി പാടുകയും ചെയ്യുന്നത് കൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി.
സുവിശേഷത്തിൽ നിന്ന് യേശുവോട് നിന്റെ സഹോദരനെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്തയോട് ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവനെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശുവോട് ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവനെ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിലെ വിശ്വസിക്കുന്നവനെ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നില്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അവളെ അവനോട് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. പോയി തന്റെ സഹോദരിയായ മറിയയെ സ്വകാര്യമായി വിളിച്ച് ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവളെ കേട്ട ഉടനെ എഴുന്നേറ്റ് അവന്റെ അടുക്കൽ വന്നു. നമുക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കാൻ ശ്രീമാനായ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. കർത്താവേ, പ്രത്യേകിച്ച് ഈ ദുഃഖത്തിന്റെ പ്രയാസത്തിൻ്റെതായ അനുഭവത്തിലായിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി കർത്താവെ പ്രത്യേകം ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ആശ്വസിപ്പിക്കുന്നതിനാൽ കർത്താവെ ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുകയാണ്. ഇതുവരെ ശുശ്രൂഷകളിൽ വ്യാപരിച്ചതായ ദൈവമായിട്ട് സ്തോത്രം. ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവയുടെ ദാസന്മാരെ ബലപ്പെടുത്തുന്നല്ലോ. കർത്താവെ തുടർന്നും കൂടെ ഇരുന്നാണ് കർത്താവെ പ്രത്യേകിച്ച് മാതാവിന്റെ ജീവിതത്തിനായിട്ട് സ്തോത്രം. കർത്താവെ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ മക്കൾക്കും കൊച്ചുമക്കൾക്കും കർത്താവെ പ്രാപിക്കാനായിട്ട് കർത്താവെ അനേകം നല്ല മാതൃകകൾ കണ്ട് പഠിക്കുവാനായിട്ട് കർത്താവെ പ്രാർത്ഥന ചെയ്യും. മാതൃകകളുടെ ജീവിതത്തെ കുറിച്ചൊക്കെ അധികമായി മനസ്സിലാക്കുവാൻ കരുതുന്നതിനെ കുറിച്ച് കർത്താവെ മനസ്സിലാക്കും. എൻ്റെ മക്കളെയൊക്കെ നിന്റെ ആക്കി അനേകം പ്രിയപ്പെട്ടവർക്ക് അങ്ങനെ കർത്താവെ ദാസിയിലൂടെ കർത്താവെ പലതരത്തിലുള്ള കൈത്താങ്ങലുകൾ അനുഭവിച്ചറിയുവാൻ ശുശ്രൂഷയിൽ സുവിശേഷ വേലയിൽ പല നിലകളിൽ കൈത്താങ്ങൽ നൽകുക കർത്താവെ മാതാവിനെ നീ ഉപയോഗിച്ചല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ ശ്രദ്ധിക്കുക കർത്താവെ. പ്രത്യേകിച്ച് ഈ സമയത്ത് കർത്താവിന്റെ മക്കൾ ഓരോരുത്തരെയും ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്വസിപ്പിച്ചാണ്ട് സർവശക്തന്റെ കാര്യം നിന്റെ മക്കളോട് കൊണ്ടേയിരിക്കണം. കർത്താവെ വീണ്ടും കാണാവുന്നതായ പ്രത്യാശയോടെ മാതാവിനെ യാത്രയായി കൃപ തൊട്ടുപിതാവ് എല്ലാവർക്കും ചാരത്തും ദൂരത്തുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നൽകി തുടങ്ങണം നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവെ കർത്താവെ ഈ പ്രത്യേക സാഹചര്യത്തിൽ തുടർന്നും കർത്താവെ ആശുപത്രിയിൽ വെച്ച് നടക്കേണ്ടതായ ശുശ്രൂഷകളെ ചെയ്യുമ്പോൾ ദൈവമായ കൃപനാട്ട് അതിനുള്ള പൊതുനാമം എടുക്കുക. വളരെ കർത്താവെ വിശ്വാസത്തോടെ പ്രത്യാശയോടെ കർത്താവെ ദാസിയെ എവിടെ നിന്ന് എടുത്തോ അതിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതായോ കർത്താവെ നൽകി തന്നാട്ട് പ്രത്യാശയിൽ കർത്താവെ നിങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ സഹായിക്കണം. ദിവ്യമായ സാന്നിധ്യം തന്നാട്ട് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. അല്ലേതിൽ വെച്ചുള്ള ശുശ്രൂഷകൾ അവസാനിച്ചുവെങ്കിലും അതിനോടൊപ്പം തന്നെ ശുശ്രൂഷകളും നമ്മൾ ഈ സമയത്ത് ചെയ്യുകയാണ്. തുടർന്ന് ശുശ്രൂഷ കൂടെ കിടക്കണമെന്ന് ശുശ്രൂഷ വഹിക്കുന്നത്. ആരെങ്കിലും കാണുവാനായിട്ടുണ്ട് എങ്കിൽ ഈ സമയത്ത് ബോട്ട് കടന്നു വരാം. എങ്കിലും മുമ്പായ ഒരു സമയമാണ്. ഇവിടെ നിൽക്കുന്നതിൽ ആരെങ്കിലും കാണാത്തതായിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്നതിൽ ആരെങ്കിലും പ്രയാണിച്ചതായ കാണാത്തവരായിട്ട് ഉണ്ടെങ്കിൽ ഈ സമയത്ത് മുന്നോട്ട് കടന്നില്ലായെങ്കിൽ തുടർന്നതായ ശുശ്രൂഷകൾ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ കൂടുതലും ശുശ്രൂഷ ചെയ്യുന്നതുമായിരിക്കും.
ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം പൂർത്തിയാക്കുകയും ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഇതേ നിമിത്തമായി മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. സകലത്തിന്റെ ഉടയവനായ ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. നമുക്ക് വിശ്വാസ പ്രമാണം ഒരുമിച്ച് ചൊല്ലാം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും സകലത്തിന്റെയും സൃഷ്ടാവായ സത്യത്തിൽ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കും സകലത്തെ ജയിപ്പിക്കുന്ന കർത്താവും ജീവനും വിശുദ്ധിയുടെ ആത്മാവിലും സാർവത്രികമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള സ്നാനം മരിച്ചവരുടെ ജീവിക്കും ഞാനുമെന്നേക്കും ജീവിക്കയാ. ജീവിക്കും ഞാനുമെന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ ഒരു ജീവിതമേ എനിക്കെല്ലാം എന്റെ സുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. അവസാനിക്കുകയാണ്. അവസാനത്തെ പ്രാർത്ഥന പ്രിയ ജീവിതവസന നിർവഹിക്കുന്നു. ആശീർവാദം പറയുകയും ചെയ്യുന്നതായിട്ടും കർത്താവേ, ഞങ്ങൾ പാടി പോലെ നീ ജീവിക്കുന്ന കർത്താവാകുന്നു. ഞങ്ങളുടെ കർത്താവ് ജീവിക്കുന്നു. എന്നാൽ ഞങ്ങൾക്ക് ഒരു മരണമുണ്ട്. ആ മരണം ഉണ്ടാക്കിയിരിക്കുന്നതായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങൾക്കായിട്ട് വലിയ വാഴ്ത്തു. ഞങ്ങളെ ശരീരത്തിൽ നിന്ന് വേർപെടുന്നെങ്കിലും ഞങ്ങളുടെ ആത്മാവ് നിത്യമായിട്ടുള്ളതും നിത്യമായി നിന്നോടുകൂടെ വസിക്കുന്നതിന് വേണ്ടി നീ ആക്കിയിരിക്കുന്നതുമാകുന്നുകൊണ്ട് സ്തോത്രം. കർത്താവ്, ഇതെല്ലാം ഞങ്ങളെ വ്യക്തമായി ഓർപ്പിക്കുന്നതിനും ഞങ്ങളുടെ വിശ്വാസം ധൈര്യപ്പെടുത്തുന്നതിനുമാണ്. മരണത്തിന്റെ ആദ്യമായിട്ട് നീ മരണത്തെയും പാതാളത്തെയും ജയിച്ച് ജയവീരനായിട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവാകുന്നുവെന്ന് ഞങ്ങൾക്ക് ധൈര്യത്തോടും സന്തോഷത്തോടും കൂടെ പാടുവാൻ അവിടുത്തെ കൃപ നൽകുന്നതിനായ സ്തോത്രം. ഞങ്ങളുടെ മധ്യത്തിൽ 87 വർഷക്കാലം ജീവിച്ച പ്രിയ ഈ അമ്മച്ചിക്കായിട്ട് തിരുമേനിയെ സ്തുതിക്കുന്നു. ഞങ്ങളെല്ലാവരും ഓർത്തതുപോലെ തന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതും ദൈവനാമ മഹത്വത്തിനു വേണ്ടി അയക്കുവാൻ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെയും കണ്ട് അവരുടെ നല്ല പങ്കാളികളും കർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരും നിന്നെ അനുഗമിക്കുന്നവരും ഒക്കെയും കണ്ട് സന്തോഷിപ്പാൻ കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യും. കർത്താവ് ഇന്ന് തന്നെ ഞങ്ങളെ അവസാനമായിട്ട് യാത്ര കഴിക്കുന്ന ഈ ശുശ്രൂഷയിലെ നിന്റെ കൃപ ഇത്രത്തോളം വ്യാപരിച്ചതിനായിട്ടും
എല്ലാവിധമായ അനുഗ്രഹങ്ങൾ നൽകിയതിനായിട്ട് സ്തോത്രം. ഞങ്ങളിത് സംബന്ധിക്കുമ്പോൾ ഞങ്ങളുടെ വിശ്വാസം ദൃഢപ്പെടണം. ഞങ്ങളുടെ ഭാഗ്യക്കുള്ളതായ പ്രത്യാശ ഒന്നുകൂടെ അരക്കെട്ടുറപ്പിക്കാനുള്ളതായ കൃപയുണ്ടാകണം. ഞങ്ങളും ഈ മാതാവിന്റെ പിന്നാലെ ഓരോ ദിവസങ്ങളായിട്ട് നിന്റെ ശരീരത്തെ മാറ്റപ്പെടുവാൻ വേണ്ടിയുള്ളതായ ഒരുക്കത്തോടുകൂടി ജീവിക്കാനുള്ളതായ കൃപ തന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിച്ച എല്ലാവർക്കുമായ സ്തോത്രം. അവരുടേതായ പ്രാർത്ഥന പിൻബലത്തിനായിട്ട് സഹായ സഹകരണങ്ങൾക്കായിട്ട് വേണ്ടി വാഴ്ത്തുന്നു. പ്രത്യേകിച്ച് അമ്മയുടെ മക്കളും കുടുംബത്തോട് ബന്ധപ്പെട്ടവരും എല്ലാവരെയും ഞങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടേതായ ദുഃഖം, അവരുടേതായ വേദന, അവരുടേതായ പ്രയാസം നിനക്ക് മാത്രമേ അകറ്റുവാൻ കഴിയുള്ളൂ. നിന്റെ സമാധാനം അവർക്ക് നൽകി എല്ലാവരെയും അവർക്ക് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പെരുന്തൽമണ്ണിൽ താമസിച്ച സമയത്ത് ശുശ്രൂഷിച്ചതായ പ്രിയദാസിക്ക് വേണ്ടി ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേക തിരുമേനിയെ സ്തുതിക്കുന്നു. അതൊരു വ്യക്തിയെ ശുശ്രൂഷയായി ഏറ്റെടുത്ത് അമ്മയ്ക്ക് യാതൊരു പ്രയാസം ഉണ്ടാകാതെ ഏറ്റവും സന്തോഷമായി ശുശ്രൂഷിപ്പാൻ കൊടുത്തതായ കൃപ ആ കുടുംബത്തിലും കുടുംബാംഗങ്ങൾക്കും ഉണ്ടായല്ലോ. അതിനായിട്ട് തിരുമേനിയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിനായിട്ട് പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. ദാസങ്ങളുടെ ക്രമീകരണങ്ങൾ ചെയ്യുവാൻ ആ കുടുംബത്തെ ആളുകൾ എപ്പോഴും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നും ഒരുക്കിയത് അതിനായിട്ട് സ്തോത്രം. അവരെയും കൂടുതലായിട്ട് അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണം. മറ്റു കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശിശുപട്ടികൾക്ക് നേതൃത്വം നൽകുവാൻ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട കൈയിലെ സാമത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഉപദേശിക്ക് വേണ്ടി സ്തോത്രം. അനേകരെ അവരുടേതായിട്ടുള്ള അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അവരെല്ലാം ഇവിടെ വരേണ്ടതായിരുന്നു. വരാൻ സാധിച്ചില്ലായെങ്കിലും അവരുടെ പ്രാർത്ഥന പിന്മനവിനായിട്ട് ഇതിന്റെ പിന്നിലായിട്ടുള്ളതിനായി സ്തോത്രം. പുലർച്ചയിൽ ഇടവഴിക്ക് വേണ്ടി ഇതിനെ സ്തുതിക്കുന്നു. ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അവരെല്ലാവരും പ്രിയ മാതാവിന്റെ പിന്നാലെ എല്ലാ വിധത്തിലും അവരുടേതായിട്ടുള്ള സഹായങ്ങൾ നൽകി ഇത്രയും നാളെ മുൻപോട്ട് പോകുവാൻ ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. ബന്ധുമിത്രാദികളെ, അയൽവാസികളെ, ദേശത്തുള്ള പ്രിയപ്പെട്ടവരെ ഒക്കെയും നമുക്ക് ചെയ്തിട്ടുള്ളതായ സേവനങ്ങൾക്കായിട്ട് ഇതിനെ സ്തുതിക്കുന്നു. സകല ദേശത്തുള്ള നാമത്തിലെ ആജ്ഞയായിട്ട് അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാം ഞങ്ങളോടുകൂടെ ഒരുക്കി വന്ന് സംബന്ധിച്ചിട്ടുള്ള എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. ശുദ്ധാത്മാവുമായ ദൈവം ബലഹീനതയുള്ള നമ്മുടെ പ്രാർത്ഥന ഉന്നതമായ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. സംബന്ധിച്ചും അറിയിക്കുന്നു. ഇപ്പോൾ കുടുംബത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കുടുംബാചാര്യ ഒരു ആദ്യം എല്ലാവർക്കും നന്ദി പച്ചനാടയിൽ വേർപാടിരിക്കുന്ന മന്ത്രിയും അടിയിലെ കുടുംബത്തെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അമേരിക്കയുടെ പ്രദേശത്തായി എല്ലാം നമ്മളെ ഓർക്കുന്നു. അവരും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരും വേർപാട് ദുഃഖമാണ് എങ്കിലും നല്ലൊരു വേർപാട് തൊട്ട് അന്ത്യം തൊട്ടതിനായിട്ട് ഞങ്ങളെ സ്വാഗതം ചെയ്ത് വിശ്വസിക്കുന്നു. ഞങ്ങളെ പ്രധാനമന്ത്രിയുടെ മഞ്ഞക്കുളം പ്രാർത്ഥിക്കുന്നു. 4 വലിയപ്പെട്ട പ്രാർത്ഥന മൂന്ന് മാത്രമാണ് പോയത്. അതിൽ എൻ്റെ സഹോദരി ഉണ്ടായിരുന്നു. എല്ലാവരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഈ മലബാർ കുടുംബത്തിൻ്റെ പറ്റുന്ന അവസാനത്തെ തന്നെ അത് മാറ്റപ്പെട്ടു. ഈ വേർപാട് വന്ന ഇത് സൈഡിൽ ഈ സൈന്യത്തിനെയും ഉപദേശിക്കുകയും ഓർക്കുന്നു. അതിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇടവകയായിട്ട് ഓരോ വ്യക്തികളും വന്നിട്ട് പലവിധമായ സഹായങ്ങൾ ചെയ്തു. അതുപോലെ മറ്റു മക്കളുടെ എല്ലാം കൂട്ടുകാരും
ഒരുപാട് സഹായം ചെയ്തു. അവരെല്ലാം അവർക്കെല്ലാം വേണ്ട നമ്മളെ എല്ലാവരും ആരെയും വിട്ടുപോയി കുടുംബത്തിൽ ഒരു അവിടെ നിന്ന് കാണപ്പെട്ടവരുള്ള അറേഞ്ച്മെന്റ് ചെയ്ത നയിക്കാനെല്ലാമായിട്ട് എല്ലാവർക്കും ഈ ചിത്രത്തിലും ഇതുവരെ അനുഗ്രഹമായിരിക്കുന്നതിനായിട്ട് ദൈവത്തെ കുറിച്ച് ദൈവത്തിൽ നാം പറയുന്നു. കാലാവസ്ഥ ഇതുവരെയും അനുഗ്രഹമായി ദൈവം അല്പസമയം ജീവിച്ച് പ്രതിയിലേക്ക് എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. റാണി എന്ന് പറയുന്നത് ദൂരെ നിന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും ഭവനത്തിൽ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് മഴയുടേതായ പ്രയാസങ്ങളുണ്ടെങ്കിലും അതിനെ കർത്താവ് മാറ്റിത്തന്നോർത്ത് ഞങ്ങളിനെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കാതെ കർത്താവെ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രത്യാശയോടെ കർത്താവെ മണ്ണിലേക്ക് തന്നെ ഏൽപ്പിക്കുമ്പോൾ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടെ ഞങ്ങൾ തുറന്നു അതൊക്കെ എടുത്തിട്ട് എല്ലാവരും നീക്കിലാക്കി മോവിടെ കൈവിട്ടെ നിൽക്കവിടെ പൊക്കി പിടി നീ ഇവിടെ സൈഡിൽ കൂടെ കേട്ടോ. അങ്ങോട്ട്